തിരുവനന്തപുരത്ത് വെച്ച് നടൻ മണിയമ്പള്ളി രാജുവിന്റെ കാറും രണ്ട് യുവാക്കൾ സഞ്ചരിക്കുന്ന ബൈക്കും കൂട്ടി ഇടിച്ചുണ്ടായ അപകടമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് മണിയമ്പള്ളി രാജുവിന്റെ വാഹനം നിർത്താതെ ഓടിച്ചു പോയതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ക്ലബിന്റെ ഫ്രണ്ടിൽ നിന്നും മണിയമ്പള്ളി രാജുവിന്റെ വാഹനം പുറത്തേക്ക് ഇറക്കുന്നതിനിടെ അമിത വേഗതയിൽ വന്ന ഒരു ബൈക്ക് ആ വാഹനത്തിന് മുൻവശത്തെ ഇടിക്കുകയായിരുന്നു. യുവാക്കൾ ആ ബൈക്കിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ട പതിയെ ആണ് പ്രധാന റോഡിലേക്ക് മണിയമ്പള്ളി രാജുവിന്റെ വാഹനം എടുക്കുന്നതെന്നും ദൃശ്യങ്ങളുണ്ട്. എന്നാൽ ബൈക്ക് വന്ന് ഇടിച്ചതിന് ശേഷം അദ്ദേഹം വാഹനം നിർത്താതെ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ബൈക്ക് തന്റെ വാഹനത്തിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്ന മണിയമ്പള്ളി രാജുവിന്റെ വാദം ശരിവെക്കുന്നതാണ് ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ. താൻ അപകടം കണ്ട് ഭയന്നു പോയെന്നും അതാണ് വാഹനവുമായി യാത്ര തുടർന്നതെന്നുമാണ് മണിയമ്പള്ളി രാജുവിന്റെ വിശദീകരണം. അപകടത്തെ തുടർന്ന് ആംബുലൻസ് എത്തിക്കാൻ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നതായും മാധ്യമങ്ങളോട് പിറ്റേ ദിവസമാണ് മണിയമ്പള്ളി പ്രതികരിച്ചത്. അത് പക്ഷെ ഒരു തരത്തിൽ ശരിയായ നടപടിയാണ്. പക്ഷേ മറ്റൊരു തരത്തിൽ അതല്ല ചെയ്യേണ്ടിയിരുന്നത്. ഒരു അപകടം ഉണ്ടാക്കിയ ആൾ റോഡ് സുരക്ഷയെ പറ്റി അവബോധം ഉണ്ടാകേണ്ട ഒരു ഡ്രൈവർ വ്യക്തമായി ആ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. കൂട്ടി ഇടി ഉണ്ടായതിന് പിന്നാലെ ഞാനെന്ന് മറിഞ്ഞില്ലേ എന്ന വാദവുമായി ആ വാഹനവുമായി സ്ഥലത്തു നിന്നും ആ നടൻ രക്ഷപ്പെട്ടു. വാഹനത്തിന്റെ തകർന്ന ബമ്പർ വരെ റോഡിലൂടെ വലിച്ചഴിച്ചുകൊണ്ടാണ് ആ കാർ പോകുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വൈദ്യസഹായം എത്രയും വേഗം അപകടത്തിൽപ്പെട്ടവർക്ക് ലഭ്യമാക്കുക എന്നത് ഡ്രൈവറുടെ കർത്തവ്യമാണ്. അത് ലൈസൻസ് ഇല്ലാത്തവർക്ക് ബാധകമാണോ എന്നത് മറ്റൊരു ചോദ്യം. എന്തുമായാലും മണിയമ്പള്ളി രാജു ട്രിവാൻഡ്രത്തിൽ നിന്ന് മദ്യപിച്ചിട്ടാണോ വാഹനവുമായി പുറത്തിറങ്ങിയത്? 8 മണിക്കൂർ കഴിഞ്ഞാണ് മണിയമ്പള്ളി രാജുവിനെ വൈദ്യപരിശോധനയ്ക്ക് മദ്യപിച്ചിട്ടുണ്ടെന്നറിയാൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയത് മ്യൂസിയം പോലീസ്. അപ്പോൾ സ്വാഭാവികമായും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തലേദിവസം രാത്രിയാണ് മദ്യപിച്ചത്. ആ മദ്യത്തിന്റെ കെട്ട് രക്തത്തിൽ നിന്ന് പിറ്റേന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് അടുത്ത സുഹൃത്തുക്കളുമായി ചേർന്ന് മണിയമ്പള്ളി രാജു ഒരു തിരക്കഥ തയ്യാറാക്കുകയായിരുന്നു രാത്രി മുഴുവൻ. കാരണം സുഹൃത്തുക്കൾ പറയുന്നത് മണിയമ്പള്ളി രാജു കഴിഞ്ഞ് 3 വർഷമേ മദ്യപിക്കാറേ ഇല്ല എന്നാണ്. അപകടം നടന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ അകലെ കവടിയാറാണ് മണിയമ്പള്ളി രാജുവിന്റെ വീട്. രാത്രി തന്നെ മ്യൂസിയം പോലീസ് കാർ കസ്റ്റഡിയിലേക്ക് അവിടെ എത്തിയിരുന്നു. പക്ഷേ വീട് പൂട്ടിയിട്ടേക്ക്. ട്രിവാൻഡ്രം ക്ലബിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ പോലീസിന് വ്യക്തമാകും മണിയമ്പള്ളി രാജു മദ്യപിക്കുകയായിരുന്നോ അല്ലയോ എന്ന്. അതിനുള്ള ധൈര്യം മ്യൂസിയം പോലീസിനുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടാകണം, അല്ലാതെ പിന്നെ വേറെ വഴിയില്ല ഈ കേസിൽ. മണിയമ്പള്ളി രാജുവിന്റെ വാഹനം പിടിച്ചെടുക്കാൻ രാത്രി എന്തായാലും പോലീസിന് സാധിച്ചില്ല. അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയെന്ന ആരോപണം മണിയമ്പള്ളി രാജു ശരിവെക്കുകയും ചെയ്തു. കാർ തന്റെ മകന്റെ വീട്ടിൽ കൊണ്ടിട്ടു എന്നാണ് മണിയമ്പള്ളി രാജു പോലീസ് നൽകിയ മൊഴി. സ്റ്റേഷനിലേക്ക് രാവിലെ വരാമെന്ന് മണിയമ്പള്ളി രാജുവോ സുഹൃത്തുക്കളോ പോലീസിന് ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ ബലത്തിലാണ് പിറ്റേ ദിവസം രാവിലെ മണിയമ്പള്ളി രാജു പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാകുന്നതും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ നടന്റെ സ്ഥാനത്ത് ഒരു സാധാരണ വ്യക്തിയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലീസിന്റെ സമീപനം ഇത്ര ഒരു ഇളവ് പോലീസ് നൽകുമായിരുന്നു. രാഖി രാമാനം സൈബർ പോലീസിന്റെ സഹായത്തോടെ ആ അപകടമുണ്ടാക്കിയ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നു കട്ടായം. പക്ഷേ മണിയമ്പള്ളി രാജുവിന്റെ സുഹൃത്തുക്കൾ നല്ല പിടിപാടുള്ളവരായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്തായാലും വ്യാഴാഴ്ച രാത്രി നടന്ന അപകടത്തിന് ശേഷം വ്യാഴാഴ്ച രാവിലെ 8-10 മണിക്കൂറിന് ശേഷം മണിയമ്പള്ളി രാജു സ്വാഭാവികമായും ചാനലുകളിലൊക്കെ വാർത്തയായപ്പോൾ സ്റ്റേഷനിൽ ഹാജരായി. തുടർന്ന് നടനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി വരെ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടെത്തി. അങ്ങനെ ചാനലിൽ വിട്ടയച്ചു. തങ്ങൾ ഫോൺ അടിച്ചെങ്കിലും മണിയമ്പള്ളി രാജു ആ വാഹനം നിർത്താതെ മുന്നോട്ടെടുക്കുകയായിരുന്നാണ് യുവാക്കൾ, അതായത് ശ്രീകണ്ഠേശ്വരം സ്വദേശിയായ നിദേവ്, സൂരജ് എന്നിവർ നൽകിയ മൊഴി. പക്ഷേ തങ്ങൾ കാറിന്റെ ഹെഡ്ലൈൻ കണ്ടായിരുന്നു. എന്നാൽ ഫോൺ അടിച്ചെങ്കിലും അടുത്തെത്തിയപ്പോഴേക്കും വണ്ടി നിർത്താൻ സാധിച്ചില്ല എന്നും ഒരു മൊഴി നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അമിത വേഗതയിലാണ് ആ ബൈക്ക് വന്നത്. അതാണ് ബൈക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ ആ നടന്റെ വോൾവോ കാറിന്റെ ബോണറ്റിൽ തന്നെ ചെന്നിടിച്ചത്. എന്തായാലും ഗുരുതരമായ പരിക്കുകളോടെ ഇരു യുവാക്കളും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അശ്രദ്ധമായി വാഹനം ഓടിച്ചു. അപകടം ഉണ്ടായെന്നറിഞ്ഞിട്ടും വാഹനം നിർത്താതെ രക്ഷപ്പെട്ടു. തൊണ്ടി മുതൽ കുറച്ചു നേരത്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചു. പോലീസ് വിളിച്ചിട്ട് പ്രതികരിച്ചില്ല. ഇങ്ങനെ പല വകുപ്പുകൾ മണിയമ്പള്ളി രാജുവിനെ രചിച്ചു കൊടുത്തു പോലീസ്. അമിത വേഗതയിൽ വാഹനം ഓടിച്ചെന്ന് CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞത് മുറയ്ക്ക് ഈ യുവാക്കൾക്കെതിരെയും
കൗണ്ടർ കേസ് ഉണ്ടാകും. എന്തായാലും ട്രിവാൻഡ്രം ക്ലബിനകത്തും അതിന്റെ അംഗങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന ഇടമാണെങ്കിലും അവിടെയും നിറയെ CCTV ക്യാമറകളുണ്ട്. തെളിവുകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാകില്ല. ഒരാളെ കുറ്റക്കാരനാക്കാനും നിരപരാധിയാക്കാനും പോലീസിന് സാധിക്കും ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ. മ്യൂസിയം പോലീസ് ചെയ്യേണ്ടത് ട്രിവാൻഡ്രം ക്ലബിനുള്ളിൽ നിന്നും ആ തെളിവുകൾ ശേഖരിക്കുകയാണ്. അല്ലാതെ ഈ കേസിൽ മണിയമ്പള്ളി രാജുവിനോ ഇടികിട്ടിയ യുവാക്കൾക്കോ നീതി ലഭിക്കുമെന്ന് ആരും കരുതണ്ട. മണിയമ്പള്ളി രാജുവിന്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്താണ്? താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. അതാണ് പറയേണ്ടത്. ഒരു പ്രധാന റോഡിലേക്ക്, അതും സംസ്ഥാന സർക്കാർ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പ്രധാന റോഡിലേക്ക് വാഹനം ഇറക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കണം. അഥവാ അങ്ങനെ ശ്രദ്ധിക്കാതെ എതിരെ വരുന്ന വാഹനത്തിന്റെ അശ്രദ്ധ കൊണ്ട്, ആ ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണ് അപകടം ഉണ്ടായതെങ്കിൽ, അപകടം ഉണ്ടായി എന്ന് ബോധ്യമാകുമ്പോൾ വാഹനം അപകട സ്ഥലത്ത് നിർത്തിയിടേണ്ടതുണ്ട്. കാരണം പോലീസിന് FIR തയ്യാറാക്കേണ്ടതുണ്ട്. എന്നിട്ടും ആ ദൃശ്യങ്ങളിൽ കാണാം, ആ തകർന്ന ബോണറ്റ് ഉൾപ്പെടെ വലിച്ചിഴച്ചുകൊണ്ട് മണിയമ്പള്ളി രാജു റോഡിൽ കൂടി തന്നെ വാഹനം ഓടിച്ചു പോവുകയാണ്. ഇതുപോലെയാണ് മറ്റൊരു നടൻ ബൈജു ശാസ്ത്രമംഗലത്ത് വെച്ച് രാത്രി ഇതേ ക്ലബിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ഇടിച്ച് മറിച്ചിട്ടത്. അന്നും അതും ബൈജുവിന്റെ ഓടിക്കാറായിരുന്നു. അതും വലിയ വിവാദമായിരുന്നു. ഒടുവിൽ നടനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷമാണ് പോലീസ് കേസെടുത്തത്. ഇവിടെ മണിയമ്പള്ളി രാജു എന്ന നടനായതുകൊണ്ടാണോ ഈ ഒരു 8 മണിക്കൂർ ഇളവ് മ്യൂസിയം പോലീസ് നൽകിയത്? മറ്റാരാണെങ്കിലും രാഖി രാമനും കുക്കിയനെ എന്ന് ഞങ്ങൾ പറയും. എങ്കിലും യുവാക്കൾക്ക് നീതി കിട്ടണം. മദ്യപിച്ചിട്ട് കഴിഞ്ഞ 3 വർഷമായി മദ്യപിച്ചിട്ടില്ലെങ്കിൽ മണിയമ്പള്ളി രാജുവിനും നീതി കിട്ടണം. പക്ഷേ അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയിട്ട് ആ വാഹനം നിർത്താതെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു ക്രിമിനൽ മോട്ടോർ വാഹന നിയമത്തിലെ കുറ്റം തന്നെയാണ്.